നമ്മുടെ ഫേസിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാനും നമുക്ക് ഒരു മടിയില്ല അല്ലേ? എന്തൊക്കെ ചെയ്താലും നമുക്ക് ആരൊക്കെ എന്തൊക്കെ പറയാം, ഇന്ന ഫേസ് പാക്ക് നല്ലതാ അല്ലെ ഇന്ന ക്രീം നല്ലതാന്ന് പറഞ്ഞാലും നമ്മൾ എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും പോയി അത് ട്രൈ ചെയ്യും അല്ലേ? പക്ഷെ അതിൻ്റെ കൂടെ നമുക്ക് ഉറപ്പുള്ള, നമുക്ക് ശരിക്കും നമ്മുടെ ലേഡീസിനെ സംബന്ധിച്ച് നമ്മുടെ സ്കിന്നിന് ഏറ്റവും വേണ്ടത് കൊളാജിനാണ്. കൊളാജിൻ ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഇലാസ്റ്റിസിറ്റി കിട്ടും ഇല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ പിഗ്മെന്റേഷൻ മാറി, റിങ്കിൾസ് മാറി, ഫേസ് ഒന്ന് ഗ്ലോ ചെയ്യാൻ പറ്റിയ ഒരു കൊളാജിന്റെ ഒരു ഫേസ് ക്രീമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. DIYയുടെ ഒരു കൊളാജിൻ ഫേസ് ക്രീമാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഹായ് ഹലോ, കുക്കു മിന്നു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ കൊണ്ടുവരുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ, നിങ്ങൾക്ക് പ്രയോജനപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് തരാനും നിങ്ങൾ മറക്കരുത്. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതിൻ്റെ ഏറ്റവും ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബീട്രൂട്ടാണ്. ബീട്രൂട്ട് ഏറ്റവും എന്തൊക്കെ നമ്മുടെ സ്കിന്നിന് എത്രത്തോളം പ്രയോജനം ചെയ്യും എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യം അല്ലേ? ഇപ്പൊ എല്ലാത്തിനെ കുറിച്ച് ഒരു ബോധം എല്ലാവർക്കും ഉണ്ട് അല്ലേ? ബീട്രൂട്ടിനെ കുറിച്ച്, നമ്മുടെ ബീട്രൂട്ട് കൊണ്ടാണ് നമ്മുടെ കൊളാജിന്റെ ഫേസ് ക്രീം ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഈ സൈഡിൽ കാണിച്ചേക്കാം. നമുക്ക് വേണ്ടിയത് ഒരാഴ്ച അല്ലെങ്കിൽ 7 ഡേയ്സിന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന, ആദ്യം ഒരുപാട് ക്വാണ്ടിറ്റി നമ്മൾ ഉണ്ടാക്കണ്ട, മനസ്സിലായോ? ഒരു 7 ഡേയ്സിന് വേണ്ടി നമുക്ക് ബീട്രൂട്ടിന്റെ ക്രീം, ഫേസ് ക്രീം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് അതിന് വേണം, അതെങ്ങനെ തയ്യാറാക്കാന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, ബീട്രൂട്ടിനെ കുറിച്ച് പറഞ്ഞാല് നമ്മുടെ ബീട്രൂട്ടിൽ എന്തൊക്കെ അടങ്ങിയിരിക്കും? ബീട്രൂട്ടിൽ അതിന്റെ വൈറ്റമിൻസും മിനറൽസിന്റെ റിച്ച് ആണ്. ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് ധാരാളമുണ്ട്. സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്യും, ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. പിന്നെ നമ്മുടെ സ്കിന്നിന് എന്ത് ഇമ്പ്രൂവ് ചെയ്യും? നമ്മുടെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആണ് നമ്മുടെ ബീട്രൂട്ട്. ഓക്കെ, അപ്പം ആ ബീട്രൂട്ട് കൊണ്ട് എങ്ങനെ നമുക്ക് ഫേസ് ക്രീം ഉണ്ടാക്കാന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് അത്രയും ക്രീം എങ്ങനെയാണ് ആ ബീട്രൂട്ടിന്റെ ജ്യൂസ് എടുത്ത് നമ്മൾ എന്തൊക്കെ ചേർത്തു എന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ബീട്രൂട്ടിന്റെ ജ്യൂസ് എടുത്തിട്ട് അത് നമ്മൾ അതിൻ്റെ അകത്തോട്ട് നമ്മൾ റോസ് വാട്ടർ ഒഴിക്കും. ആവശ്യത്തിന് റോസ് വാട്ടർ ഒഴിച്ചിട്ട് നമ്മൾ നല്ലതായിട്ട് മിക്സ് ചെയ്യും. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്ത് 1 ടീസ്പൂൺ കോൺഫ്ലവറിന്റെ സ്റ്റാർച്ചും കൂടെ നമ്മൾ ഇട്ടിട്ട് നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് നമ്മളതൊന്ന് കുറുക്കിയെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വാട്ടറേ ഇല്ല. ബീട്രൂട്ടിന്റെ ജ്യൂസും പിന്നെ നമ്മുടെ റോസ് വാട്ടറിൻ്റെ അകത്താണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു തിക്ക് ഇത് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് നമ്മൾ കൺസേൺ. ഇതിൻ്റെ അകത്ത് എന്നാണ്ട് ബീട്രൂട്ടിന്റെ ജ്യൂസും കോൺഫ്ലവർ 1 ടീസ്പൂൺ ഉണ്ട്, പിന്നെ നമ്മുടെ റോസ് വാട്ടറും ഉണ്ട്. ഇതിൻ്റെ അകത്തോട്ട് ഇനി നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കേണ്ടതെന്ന് നമ്മൾ കാണിച്ചു തരാം. ശരിക്കും നമുക്ക് നമ്മുടെ ഫേസിന് എന്നും ഈവനിങ്ങിലും മോർണിംഗിലും നിങ്ങൾ ഇത് ഇട്ടിട്ട് ഒന്ന് ഫേസ് വെച്ചോണ്ടിരിക്കണമെന്നില്ല. ഇട്ട് വേണേൽ കുറച്ച് കഴിയുമ്പോൾ വാഷ് ചെയ്തില്ലേലും നമുക്ക് ഒരു കുഴപ്പമില്ല. ഇതിൻ്റെ അകത്ത് ചേരുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ സ്കിന്നിന് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കൊടുക്കുന്ന സാധനമാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ഇനി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെ അകത്ത് ചേർക്കണമെന്ന് നമ്മൾ കാണിച്ചു തരാം. ഇപ്പൊ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ 1 ടീസ്പൂൺ അലോവേര ജെല്ല് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് വിഷ് കെയറിന്റെ അലോവേര ജെല്ലാണ്, പ്ലെയിൻ. ഓക്കെ, നല്ലൊരു അലോവേര ജെല്ലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഇത് ഉപയോഗിച്ചതാ. നമുക്ക് ഇതിന് 1 ടീസ്പൂൺ
നമുക്ക് എടുക്കാം. ഒരു ടീസ്പൂൺ അലോവേര ജെല്ല് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കേണ്ടത് റോസിപ്പ് ഓയിൽ എന്ന് പറയും. റോസിപ്പ് ഓയില് ഇതില്ല എങ്കിൽ നിങ്ങൾ സാധാ വെളിച്ചെണ്ണ ചേർത്താലും മതി, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ചേർത്താലും മതി, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ആൽമണ്ട് ഓയിൽ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ റോസിപ്പ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനൊരു 7 ഡ്രോപ്സ് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഹൊഹോബ ഓയിലാണ്. ഇതും ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, വെളിച്ചെണ്ണയോ ഒലിവ് ഓയിലോ വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂളോ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഒഴിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇത് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇല്ലേ തന്നെ നമുക്ക് നല്ല റിസൾട്ടാണ് ഇത് തരുന്നത്. ഇത് ഞാനൊരു 7 ഡ്രോപ്സ് ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി ശരിക്കും നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ശരിക്കും ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്കൊരു 7 ഡേയ്സ് ഇന്നുള്ളതുണ്ട്. രാവിലെ ഡെയിലി ഇതിട്ടാല് നമുക്ക് ഒരു കുഴപ്പമില്ല. ഒരു 7 ഡേയ്സ് ഇത് നമ്മുടെ സ്കിന്നിനും ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നമുക്ക് തരും. രാവിലെയും വൈകിട്ടും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞ് കഴുകി കളയുന്നവർക്ക് കഴുകി കളയാം, ഇല്ലെങ്കിൽ കഴുകി കളഞ്ഞില്ലേലും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് ഗ്ലിസറിൻ ആഡ് ചെയ്തവർക്ക് ഗ്ലിസറിനും ആഡ് ചെയ്യാം. അപ്പൊ ശരിക്കും നമുക്കൊരു ഓയിലി സ്കിന്നൊക്കെ ഒരുപാടുള്ളവർക്കാണെങ്കിൽ ഇതെല്ലാം കൂടെ വേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ ഹൊഹോബ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, റോസിപ്പ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, നമ്മുടെ അലോവേര ജെല്ല് ചേർത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഇത് ശരിക്കും നമ്മൾ നല്ലതായിട്ട് മിക്സ് ചെയ്യണം. ഇത് റോസ് വാട്ടറിന്റെ അകത്ത് നമ്മൾ മേക്ക് ചെയ്ത് എടുത്തോണ്ട് ശരിക്കും നല്ലൊരു സ്മെല്ലാണ് നമുക്ക്. മനസ്സിലായോ? റോസ് വാട്ടറിന്റെ നല്ലൊരു സ്മെല്ലുണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അത് ഞാൻ എൻ്റെ വീഡിയോ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയേക്കാം. കണ്ടോ, നല്ലൊരു ക്രീം നമുക്ക് കണ്ടോ. ഇത് നമ്മൾ എന്നാ ചെയ്യണം, നമ്മുടെ ഫേസ് വാഷ് ചെയ്തിട്ട് ഞാനിപ്പോൾ കയ്യിലിട്ട് കാണിക്കാം. ഫേസ് വാഷ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ശരിക്കും ഇത് ഇട്ടിട്ട് നമ്മൾ കഴുകണമെന്നില്ല. ശരിക്കും മസാജ് ചെയ്ത് അത് പിടിപ്പിച്ചിട്ട് അതവിടെ ഒരു 15-20 മിനിറ്റ് കിടക്കട്ടെ. കിടന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇത് നല്ലൊരു ഗ്ലോ കിട്ടാനും നമ്മുടെ പിഗ്മെന്റേഷൻ മാറാനും റിങ്കിൾസിനും നമ്മുടെ സ്കിൻ ഒന്ന് ഗ്ലോ ചെയ്യാനും ഇത് ഏറ്റവും ബെറ്റർ ആണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാം, അല്ലെ അങ്ങനെ തന്നെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് നല്ലൊരു ബോട്ടിലിൻ്റെ അകത്ത് എടുത്തു വെക്കണം. നമുക്കിത് രാവിലെയും വൈകിട്ടും നിങ്ങൾക്ക് ഉപയോഗിച്ചാലും ഒരു സൈഡ് എഫക്റ്റും ഇല്ല. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഏത് ക്രീമാണേലും ഒന്ന് അലർജി ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. ഓക്കെ, ഇതെല്ലാവരും ചെയ്ത് നോക്കണം. ശരിക്കും നമുക്ക് നല്ലൊരു റിസൾട്ട്. ബീട്രൂട്ട് നമ്മുടെ വീട്ടിലുണ്ട്, പിന്നെ കോൺഫ്ലവറിന്റെ പൗഡർ നമുക്ക് കാണാത്ത വീട് ചുരുക്കണം കേട്ടോ. നമ്മുടെ ഇത് കഴുകി കഴിയുമ്പോൾ ശരിക്കും നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ഒരു പിങ്കിഷ് കേട്ടോ, ശരിക്കും നല്ല റിസൾട്ട് കിട്ടും. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ.
ഇതിന്റെ ബീട്രൂട്ടിന്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ഓക്സിഡന്റ് ഒക്കെ ഉള്ള ഒത്തിരി ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള നല്ല നമ്മുടെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി നിലനിർത്താനായിട്ട് ബീട്രൂട്ട് ഏറ്റവും ബെസ്റ്റ് ആണ്. ഓക്കെ, ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. കുറച്ച് ക്വാണ്ടിറ്റി എടുത്തു വെച്ചാൽ നമുക്ക് ചെയ്ത് പുറത്ത് വെച്ച് ഉപയോഗിച്ചാലും ഒരു കേടും നമുക്ക് വരുന്നതല്ല. ഒരു 7 days വരെ നമുക്ക് ഇത് ഈസി വേയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ എപ്പോഴും ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയാൽ മതി. പിന്നെ എന്തെങ്കിലും സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് അലർജി ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം, എൻ്റെ കൈയുടെ ഇത് വെട്ടിയത് കണ്ടോ നിങ്ങൾ, ശരിക്കും നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ, എൻ്റെ റിക്വസ്റ്റ് ആണ്. അത്രയ്ക്ക് നമുക്ക് നല്ല റിസൾട്ട് തരുന്നതാണ്. ഓക്കെ, ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ബെല്ലൈക്കനും കൂടെ അമർത്തിയാലേ എൻ്റെ അടുത്ത വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുവുള്ളൂ. എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. ഇനി പുതിയൊരു സബ്ജക്റ്റും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.